ഓർക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു മെയ് മാറും വേറെന്തിനോ. അങ്ങനെ പിറ്റേ ദിവസം 6 മണിക്ക് കൃത്യം ബസ് എടുക്കുമെന്ന് വണ്ടിയിലെ ചേട്ടന്മാർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം 5:45 ആയപ്പോഴേ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി. എല്ലാ സാധനങ്ങളും ഞങ്ങൾ റൂമിൽ നിന്ന് എടുത്തിറങ്ങി. വന്നപ്പോഴത്തേക്കും വണ്ടിയും തുറന്നിട്ടില്ല, വണ്ടിയിൽ ചേട്ടന്മാരും ഇല്ല. അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയിലെ ചേട്ടന്മാരൊക്കെ വന്ന് വണ്ടി തുറന്ന് ഞങ്ങൾ കയറിയിരുന്ന് പോകാൻ തുടങ്ങി. 6:15 വണ്ടി എടുത്ത് പോകുന്ന വഴി നല്ല കോടയുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വിൻഡോ തുറക്കാൻ സമ്മതിച്ചില്ല, കാരണം അത്രയ്ക്ക് തണുപ്പായിരുന്നു അകത്തോട്ട് കയറുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചിക്മംഗ്ലൂരിലോട്ട് പോയി. ഗൈസ്, നമ്മളിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾക്ക് ചിക്മംഗ്ലൂരിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഏതോ കടയിൽ കയറിക്കാനോട് ഒരുപാട് ചേട്ടന്മാർ ചേച്ചിമാരിക്കൊണ്ട് ഗൈസ്. സോ ഗുഡ് ആൻഡ് എല്ലാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളിനി മല കയറുന്നു, ട്രക്കിംഗ് കയറുന്നൊക്കെ പറയുന്നു. വി ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. എന്താ അവർ 5:30 ഉണ്ടായിരിക്കണം പിള്ളേരെ. ഞങ്ങൾ 4:30 എണീച്ച് 6 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 6:15 വണ്ടി എടുത്തത്. 15 മിനിറ്റ് ഞങ്ങൾ ലേറ്റ്. വേറെ ഒന്നുമല്ല എൻ്റെ പൊന്നെ, 80 ഡിഗ്രി സെൽഷ്യസ് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അൺസഹിക്കബിൾ ഗൈസ്. മൈ ഗോഡ്. ഫുഡ് കഴിക്കാൻ വന്നു. ഇനി 2 മണിക്കൂർ യാത്ര ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്മംഗ്ലൂർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ചിക്മംഗ്ലൂർ എവിടെയാണ് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ്. ബൈ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി. ഇവിടെ നിന്ന് പിന്നെയും ഓൾറെഡി 2 മണിക്കൂർ യാത്ര ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി 3 മണിക്കൂർ യാത്ര ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരമൊക്കെ എല്ലാവരും റെസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങോട്ട് പാട്ടും ഡാൻസും ആയിട്ട് അടിപൊളിയായിരുന്നു. ചിക്മംഗ്ലൂരിലോട്ടുള്ള യാത്ര സൂപ്പറായിരുന്നു. Guys, we reached Chikmagalur, guys. എടാ വ്ളോഗ് എടുക്കാവുള്ളൂ, ഇതിൻ്റെ ഫോട്ടോ ഷൂട്ട് കാണിക്കാനല്ല. Guys, we reached Chikmagalur. ഭയങ്കര വെയിലാണ്. തണുപ്പുണ്ട്, ഭയങ്കര വെയിൽ. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോകും. ഹായ് മിസ്, ഞങ്ങളുടെ കോളേജിലെ മിസ്സാണ്. ഇത് മിസ്സിനെ പ്രിയ മിസ്. ഹായ്. മൈക്കില്ല, നോ മൈക്ക്. എന്താ അല്ല, നീ ഇന്നലെ എന്തോ ഓണാക്കി, അതുകൊണ്ട് അത് മൈക്ക്. അതാ ഞാൻ ഒറ്റീച്ച് ഓണാക്കിയിട്ട് മൈക്ക് ഓണാക്കില്ല. ഹായ് അഞ്ജന. ഒറ്റീച്ച് ഓണാക്കിയിട്ട് മൈക്ക് ഇതാക്കിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് മൈക്ക് എടുത്തില്ല. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണ്. ഏത് വണ്ടിയാ? ഞാൻ ഫ്രണ്ടിക്കാം. അപ്പം ഫ്രണ്ടിക്കാം. ഞാനില്ലേ നീയും എല്ലാം തട്ടിട്ട്. ഓൾ ദ ബെസ്റ്റ്. ഹായ്. പെലേന് കേറിയില്ലേ? ബാക്ക് ഗൈസ്. കൃഷ്ണ എക്സൈറ്റഡ്. ആദ്യമേ തുള്ളലുണ്ട്. അയ്യോ, മല കയറാൻ പോവുകയാണ്. എല്ലാം മുറുകെ പിടിച്ചിരുന്നോ? ഫസ്റ്റ് ടൈം ആണോ ട്രക്കിങ്ങിനാണ്? ഞാൻ മറ്റേ ജീപ്പിന്റെ ട്രക്കിങ്ങിനുണ്ട്. ഈ ജീപ്പല്ല, മറ്റേ. മനസ്സിലായി, ഞാൻ പോയിട്ടില്ല. അതോ ഇവൻ ഓപ്പൺ ഡോർ പോലെ ആണ്. ഞാൻ ബാക്കിലായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി. അത് വിഷയമായിരുന്നു.
ഇങ്ങനെ ബസ് യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ജീപ്പിലാണ് പിന്നെ ട്രക്കിങ് തുടങ്ങിയത്. അന്നത്തെ ദിവസം മൊത്തം ട്രക്കിംഗ് ആയിരുന്നു. മൊത്തം മല കയറുന്നതും ജീപ്പിൽ പോകുന്നതും ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് സംഭവം ജീപ്പുമായിട്ട് വേറെ വേറെ ജീപ്പുമായിട്ടുള്ള മത്സരമായിരുന്നു. അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ചിക്മംഗ്ലൂരിലെ ആദ്യത്തെ സ്പോട്ടാണ് സിറി സ്റ്റാച്ചു. അവിടെ ആദ്യം എന്തിനാ വന്നതെന്ന് അറിയത്തില്ല. റെസ്റ്റോറൻറ്റിൻ്റെ പിന്നെ മനസ്സിലായത് അവിടെ ഫോട്ടോ എടുക്കാനാണ്. വന്നു. എന്താണ് ഈ സ്ഥലം? എന്തോ റെസ്റ്റോറൻറ്റോ? ആ, ഫോട്ടോ എടുക്കാൻ. ഇത് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ യാത്ര തുടങ്ങി. നമ്മൾ പിന്നെ പോയത് സിപ്പ് ലൈനാണ്. ഞങ്ങളെ വണ്ടിയിലെ ഡ്രൈവർ കന്നഡ ആയിരുന്നു. ഞങ്ങൾ അവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കന്നഡ അറിയാത്തതുകൊണ്ട് എന്താ പറയുക, പക്ഷേ സിപ്പ് ലൈനിൽ പോകുന്നു മാത്രം മനസ്സിലായി. അങ്ങനെ സിപ്പ് ലൈനിലോട്ട് പോയി. അത് വേണ്ടവർക്ക് മാത്രം കയറിയാൽ മതിയായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്നത് 4 പേരോ 5 പേരോ അങ്ങോട്ട് കയറി. സിപ്പ് ലൈൻ ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു. നല്ലൊരു സംഭവമാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. പിന്നെ സിപ്പ് ലൈൻ അതൊരു എക്സ്ട്രാ ഡെസ്റ്റിനേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്മംഗ്ലൂരിൽ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ മുല്ലാനഗിരി പീക്ക്, അങ്ങനെയാണ് തോന്നുന്നത് പ്രൊണൗൺസിയേഷൻ. ഇത് മാത്രമല്ല വേറെ എന്തോ ഒരു പേരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോയി. അവിടെ ചെന്നിറങ്ങിയപ്പോഴേ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇത് സംഭവം ഒരു മല കയറുന്നതായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 2 മലയാണ് കയറിയത്. ഇതൊരു മല പിന്നെ വേറൊരു മലയാണ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി നടക്കാനും നല്ല കുറേ നടന്നു പോകാനുണ്ടായിരുന്നു. ഒരു മല മൊത്തത്തിൽ കയറി. ഞങ്ങൾ ഏതോ ഒരു മൊട്ടമലയോ ഒരു മൊട്ടമലയൊക്കെ ചെയ്യുന്നില്ലേ? ആ, ചോളം. നമ്മളെവിടെയോ നമ്മൾ കണ്ടുമുട്ടി. നമുക്കിനി ഒരു എന്താ പറയാ, യൂട്യൂബിലെ മീറ്റപ്പിന് കണ്ടുമുട്ടിയത്. അതിനുശേഷം ഇപ്പഴാണ് എങ്ങനെ അയ്യോ തണുക്കുന്നു. നല്ല സുഖമുണ്ട്. ടെമ്പറേച്ചർ നോക്കി ഞാൻ 12 ഡിഗ്രി 10 ഡിഗ്രി ആണ്. 10 ഡിഗ്രി 12 ഡിഗ്രി. അവന്മാരൊക്കെ അങ്ങ് എത്തി. തിളങ്ങുന്നല്ലേ മണ്ണ്. അതാരാ ആദ്യം കയറി പോകുന്ന സോളം? എന്റെ മോനെ. എനിക്ക് കുറച്ച് ഫോട്ടോസ് അത്ര ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല സ്ഥലം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റീൽസ് എടുക്കണമെന്നൊക്കെ വിചാരിച്ച് കുറെ ആൾക്കാർ വിളിച്ച് വരുത്തി. പക്ഷെ അവരാരും വന്നില്ല. അതൊന്നും ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വണ്ടിയുടെ അടുത്തോട്ട് പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ
ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് ഓൾറെഡി മല കയറി ഇറങ്ങിയിട്ടാണ്. ഇനി ഫുഡ് കഴിക്കാനും ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫുഡിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ നിന്നൊക്കെയാണ് കുറേ പേരൊക്കെ കഴിച്ചത്. അങ്ങനെ പോകുന്ന വഴി ഒരു വെള്ളച്ചാട്ടം കണ്ട് അവിടെ നിർത്തി കുറച്ച് നേരം എന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. ഇത് ഇസഡ് പോയിന്റ് ആണ്. ഇത് നല്ല രസം. നമ്മൾ നേരത്തെ മുള്ളയാങ്കിരി പീക്കിൽ നിന്നിട്ട് ഞാൻ ഒരു ക്ലിപ്പ് ഇട്ടില്ലായിരുന്നു, ഞങ്ങൾ കുറച്ച് പേര് ഇരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ അങ്ങേറ്റം നോക്കിയപ്പോൾ ഒരു ഫ്ലാഗ് ഉണ്ട്. ഇത് എന്തോ ഞങ്ങൾ ചിന്തിച്ച് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ആ കണ്ടതാണ് ഈ കണ്ടത്. അങ്ങനെ ഇത് അടിപൊളിയായിരുന്നു. സംഭവം മലക്കയറ്റാണെങ്കിലും സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പം ഈ സ്റ്റെപ്സൊക്കെ 468 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. മൊത്തം ഞാൻ എണ്ണിയായിരുന്നു. ഞാൻ കയറിയപ്പോഴേ വാശി പിടിച്ചാണ് കയറിയത്, എന്തായാലും ഇറങ്ങുമ്പം മൊത്തം സ്റ്റെപ്സ് എണ്ണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയപ്പം എണ്ണി 468 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ജീവൻ പോണമെങ്കിൽ ഈ മല കയറാൻ ദൈവമേ, ഇങ്ങനൊരു ജീവിതം ആർക്കും കൊടുക്കരുത്. അയ്യോ എന്തൊരവസ്ഥയാ. തിരിച്ചിറങ്ങാൻ പടി ഇടണം. എന്നാലൊരു 1008 പടികൾ കാണും. അയ്യോ അയ്യോ പറ്റത്തില്ല, ഓക്സിജൻ കിട്ടുന്നില്ല. ടെമ്പിളോ? ടെമ്പിൾ അവൻ നമ്മളെ കഴിച്ചു തന്നെയല്ലേ വീട് കഴിച്ചു. ഇതിന്റെ മുകളിൽ എന്തോ ഒരു അമ്പലമുണ്ട്, ശിവലിംഗ പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു. അത് വീഡിയോ ഒന്നും എടുക്കാൻ ഫോട്ടോഗ്രാഫർ അലൗഡ് അല്ല, സോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്ത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പോകണം. എന്തോ ഒരു സ്റ്റെപ്പ് കയറുന്നറിയോ. സത്യം പറഞ്ഞ കള്ള ഓക്സിജൻ തീരെയില്ല. പക്ഷെ നല്ല വ്യൂ, ഇങ്ങനെ കയറി വന്നാലും അടിപൊളി വ്യൂ മാത്രം. അങ്ങനെ ആ മല മൊത്തവും താഴ്ന്നിറങ്ങി ഒരു കോഫിയും കുടിച്ച് ഞങ്ങൾ തിരിച്ച് യാത്രയായി. 6 മണിയൊക്കെയായി നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും. നല്ല വ്യൂ ആയിരുന്നു, ആകാശത്തിൽ നിൽക്കാൻ അടിപൊളിയായിരുന്നു. മല താഴ്ന്നിറങ്ങി എന്നിട്ട് ഞങ്ങൾ 7 മണി 7:15 ആയപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. അങ്ങനെ 468 സ്റ്റെപ്പ് നമ്മൾ കയറി ഇറങ്ങി. എല്ലാവരും ചത്തുകുത്തി ഇരിക്കുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ബസ്സിൽ കയറിയത്. ഇതുവരെ ഞങ്ങൾക്ക് ജീപ്പായിരുന്നു. ഇനി ഞങ്ങൾക്ക് സ്റ്റേ പോകണം. എന്നിട്ട് നാളെ ബെലൂർ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാൻ പോയിട്ട് സ്റ്റേ എവിടെയെന്ന് അറിയത്തില്ല. എന്നിട്ട് നമ്മൾ പോകും. എല്ലാവർക്കും ഓരോ പ്രശ്നവും. ഞങ്ങളുടെ ജൂനിയേഴ്സിന് കുറേ പേർക്ക് BP കുറഞ്ഞു. എൻ്റെ ബാച്ചിൽ തന്നെ കുറേ പേർക്ക് BP കുറഞ്ഞു കുറേ കാലം. കാരണം അത്രയ്ക്ക് വലിയ മലയൊക്കെ കയറി തളർന്ന. സത്യം പറഞ്ഞാൽ 2 മലയാണ് ഞങ്ങൾ കയറിയത്. 2 മല. ഒരു മല എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് 468 സ്റ്റെപ്സ്. പിന്നെ ഒരു മല കയറി. ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഞങ്ങളിങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ടിൽ വന്ന്. ഹസൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾക്ക് റിസോർട്ട്. മൈൽസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടായിരുന്നു. റിസോർട്ടാണോ റെസ്റ്റോറൻ്റ് ആണോ എന്ന് അറിയത്തില്ല, ഐ തിങ്ക് റിസോർട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 302-ാമത്തെ റൂമിലായിരുന്നു. റൂമൊക്കെ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ 4 പേരുള്ള ഒരു റൂമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പല വഴിക്ക് സ്പ്ലിറ്റായി. നല്ല റൂമായിരുന്നു, അടിപൊളി റൂമായിരുന്നു. അത്യാവശ്യം കൊള്ളാം, ഓക്കെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് റേഞ്ച് കിട്ടിയത് ഈ റിസോർട്ടിൽ വന്നിട്ടാണ്. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അത് നെറ്റിനായാലും ഫോൺ വിളിക്കാനായാലും നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. ഡബിൾ ബെഡ്.
നീ എന്തിവിടെ വന്നു ബാത്റൂം നോക്കാം കൊള്ളാം ബൈ സന അവരുടെ റൂം നോക്കിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. സെയിം ഫുഡായിരുന്നു, എന്നും 3 ദിവസം കഴിച്ച സെയിം ഫുഡൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കൈയിടാൻ പോയപ്പോൾ വലിയൊരു മിറർ തന്നെ വിടത്തില്ലല്ലോ. അങ്ങനെ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി ഫ്രഷായി. അപ്പം അത്രയൊക്കെ അടുത്ത വീഡിയോ സ്റ്റേ ട്യൂൺഡ്.